ഗുണ്ടകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് പൂട്ടിടാൻ ഒരുങ്ങി പോലീസ്. അക്കൗണ്ടുകൾ നിരീക്ഷിച്ച് നിരോധിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ വ്യക്തമാക്കി. ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. സൂര്യ സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂര്യ, എന്തൊക്കെയാണ് പോലീസ് നടപടിയുടെ വിശദാംശങ്ങൾ? വേണു, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ബോംബിട്ട് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ തീക്കാറ്റ് സാജനെതിരെ 3 കേസുകൾ പോലീസ് എടുത്തിരുന്നു. പ്രത്യേകിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക്, വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിടത്തേക്കാണ് സാജൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. സാജന്റെ ആവേശം മോഡൽ പിറന്നാൾ ആഘോഷത്തിന് പോലീസ് തടസ്സം നിന്നതാണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത്. അന്ന് ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവരെ എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തതോടുകൂടി ഈ പിറന്നാൾ ആഘോഷം മുടങ്ങിയിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ഈ കേസുകൾ എടുത്തുകൊണ്ട് സാജനെ കണ്ടെത്തുന്നതിനുള്ള ഒരു നടപടി അത് പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് കമ്മീഷണർ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ, അതായത് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയുള്ള ഇവരുടെ റീലും മറ്റു വീഡിയോകളും കണ്ടാണ് കൊച്ചുകുട്ടികളടക്കം ഇവരിൽ വലിയ ആകർഷണം അല്ലെങ്കിൽ ഇവരിൽ വലിയ ആരാധന അവർക്ക് തോന്നാൻ ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഈ പിറന്നാൾ ചടങ്ങിലേക്ക് വന്നതിൽ ഭൂരിഭാഗം പേരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ ഇത് നിരോധിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സാജനെ സംബന്ധിച്ച്, തീക്കാറ്റ് സാജനെ സംബന്ധിച്ച് SJ കമ്പനി എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതുവഴിയായിരുന്നു ഈ കുട്ടികളെ എല്ലാവരെയും തന്നെ ഈ സാജൻ ആകർഷിച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാജൻ തന്നെ 15ാം വയസ്സിൽ ഗുണ്ടയാകണമെന്ന് തീരുമാനിച്ചിറങ്ങിത്തിരിച്ചതാണ്. മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഒന്നും തന്നെ ഉപയോഗിക്കില്ല. പക്ഷേ ഈ ആളുകളെ കൊലപ്പെടുത്തുക എന്നൊരു മനോഭാവമാണ് സാജനുള്ളത്. 14 കേസുകളുണ്ട്. 2 കൊലപാതക ശ്രമം അടക്കം 14 കേസുകളിൽ പ്രതിയാണ്. ഇത്തരം ജയിലിൽ നിന്ന് വരുന്ന ഈ രംഗങ്ങളടക്കം ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം പങ്കുവച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളുടെ അക്കൗണ്ടുകൾ പ്രത്യേകം നിരീക്ഷിക്കുന്ന നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സാജന് വേണ്ടിയുള്ള അന്വേഷണവും മറുതലക്കലിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. വേണു, ശരി, സൂര്യ സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.